എല്ലാവർക്കും നമസ്കാരം. AZB അക്കാദമിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ AZB അക്കാദമി നിങ്ങൾക്ക് എല്ലാവർക്കുമായി വരാൻ പോകുന്ന LDC, LGS പരീക്ഷകൾക്ക് ആവശ്യമായ ഒരുപാട് കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അതുകൂടാതെ ആരംഭം എന്ന പേരിൽ നമ്മൾ പുതിയൊരു കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തുടക്കക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ താല്പര്യമുള്ള എല്ലാവർക്കും ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിശദാംശങ്ങൾ അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗൂഗിൾ പേ നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആ ഫീസ് അടച്ചാൽ നമ്മൾക്ക് ആ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ്. അതായത് വരാൻ പോകുന്ന LDC പരീക്ഷകൾക്ക് ഉതകുന്ന രീതിയിലുള്ള PYQ ക്വസ്റ്റ്യനുകളുടെ ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു പരീക്ഷ എഴുതുന്നതിന് മുമ്പായിട്ടും നമ്മൾ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന രീതികളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏത് എന്നതാണ് ആദ്യത്തേത്. ആയം വ്യയം, ആരോഹണം അവരോഹണം, ജ്ഞാനം വിജ്ഞാനം, തമസ് ജ്യോതിസ്. അങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ആയം എന്നതിന്റെ വിപരീതമായി വ്യയം എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്, ശരിയായ ജോഡിയാണ്. ഇനി ആരോഹണം ഉയർച്ചയാണ്, അതിന്റെ വിപരീതമാണ് അവരോഹണം എന്നത്, അതും ശരിയാണ്. ജ്ഞാനം എന്നാൽ അറിവ് എന്നാണ്, വിജ്ഞാനം എന്നാൽ അറിവ് എന്ന് തന്നെയാണ്, അല്ലെ? അപ്പൊ ജ്ഞാനത്തിന്റെ വിപരീതം വിജ്ഞാനം എന്നല്ല, അജ്ഞാനമാണ്, അജ്ഞാനം. ഇനി നാലാമത്തേത് നോക്കാം. തമസ് ഇരുട്ടാണ്, ജ്യോതിസ് പ്രകാശമാണ്, അതിന്റെ വിപരീതമാണ്. അപ്പൊ അത് ശരിയായ ജോഡിയാണ്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്ത ജോഡി ഏത് എന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്. ജ്ഞാനം എന്നതിന്റെ വിപരീതമായിട്ട് അജ്ഞാനമാണ് വരേണ്ടത്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റപ്പദം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം, ഒറ്റപ്പദം ശൈലികളൊക്കെ പരീക്ഷയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്, അല്ലെ? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ പറയുന്നത് ബുഭുക്ഷു എന്നാണ് ട്ടോ. ബുഭുക്ഷു എന്നാൽ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ പിപാസു എന്താണ്? പിപാസു അത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെ? പിപാസു എന്നാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പിപാസു എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി ദിദൃക്ഷു ആണെങ്കിലോ, അത് കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. ദിദൃക്ഷു ആണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്നതാണ്. നാലാമത്തേത് പിപ്പട്ടിഷു ആണ്. പിപ്പട്ടിഷു എന്താണ്? പിപ്പട്ടിഷു അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, അല്ലെ? പഠിക്കാൻ ആഗ്രഹിക്കുന്നവനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പിബഡിഷു എന്ന് പറയാ. ഇത് നാലും ഓർത്തിരിക്കണം. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ, പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നവൻ, പിപഠിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് ഓർത്തിരിക്കണം. ഒറ്റപ്പദങ്ങളും ശൈലികളും എന്തായാലും എല്ലാ പരീക്ഷയ്ക്കും വരുന്നതാണ്. അടുത്തത് ചിറ്റോളം എന്ന വാക്ക് പിരിച്ചെഴുതുക എന്നതാണ്. പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും ഇടയ്ക്ക് ചിലപ്പോൾ സന്ധികളും അതിൽ നിന്ന് കടന്നു വരാറുണ്ട്. ചിറ്റോളം എന്നത് എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. ചിറ്റ്, ചിറ, ചിറ്റ, ചിറു പ്ലസ് ഓളം എന്നതാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓപ്ഷൻ ഡി ആണ് ട്ടോ. ചിറു അധികം ഓളമാണ് ചിറ്റോളമായിട്ട് മാറുന്നത് എന്ന് ഓർത്തിരിക്കണം. അടുത്തത് അടിയിൽ വരച്ച പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. പ്രഭാത സ്നാനം ആരോഗ്യത്തിന് നല്ലതാണ്. അടിവരയിട്ടിരിക്കുന്നത് പ്രഭാതം എന്ന വാക്കിനാണ്. നമുക്കറിയാം, പ്രഭാതം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ഒന്ന് നോക്കാം. അപ്രഭാതം, അസ്തമയം, രാത്രി, പ്രദോഷം. നമുക്കറിയാം, അല്ലെ? പ്രഭാതത്തിന്റെ വിപരീതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദം പ്രദോഷമാണ്. പ്രദോഷം, ശരി. അടുത്ത നമ്മൾ നോക്കുകയാണ്, മേയനാമത്തിന് ഉദാഹരണം ഏത് എന്നതാണ്. നാമത്തിന്റെ തിരിവുകളിൽ നിന്ന് ഒരു ചോദ്യം സാധാരണയായി പരീക്ഷയ്ക്ക് കടന്നു വരാറുള്ളതാണ്. മേയനാമമാണെങ്കിൽ അത് ജാതി വ്യക്തി ഭേദമില്ലാത്തതും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതുമായ എല്ലാത്തിനെയും നമ്മൾ മേയനാമത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് എന്തായിരിക്കാം? ഞാൻ. ഞാൻ എന്നത് എന്താണ്? ഞാൻ എന്നത് നമ്മളുടെ സ്വന്തം പേരിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നാമത്തിന് പകരം ഉപയോഗിക്കുന്നത് സർവനാമമാണ്, അല്ലെ? അപ്പൊ ഞാൻ എന്നത് സർവനാമമാണ്. അത് ഉത്തമ പുരുഷ സർവനാമമാണെന്ന് കൂടെ ഓർത്തിരിക്കണം. ഇനി രമയാണെങ്കിൽ ഒരു വ്യക്തിയെ പ്രത്യേകം എടുത്തു പറയുന്നതാണ്. അതുകൊണ്ട് അത് സംജ്ഞാനാമമാണ്. രമ എന്നത് സംജ്ഞാനാമം. ആകാശമാണെങ്കിലോ, ആകാശം അത് നമ്മൾ ഈ പറഞ്ഞ
മേയനാമത്തിൽ ഉൾപ്പെട്ടതാണ്. ആകാശം, വായു, ഭൂമി, നിലാവ്, മഞ്ഞ് എന്നൊക്കെ പറയുന്നത് മേയനാമത്തിന് ഉദാഹരണമാണ്. അടുത്തത് മനുഷ്യനാണ്. അതൊരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. അത് സാമാന്യ നാമത്തിന് ഉദാഹരണമാണ് എന്ന് ഓർത്തിരിക്കണം. നാമത്തിന്റെ തിരിവുകളിൽ പരീക്ഷകളിൽ കടന്നു വരാറുള്ളതാണ്. അതൊന്ന് നോക്കിപ്പോകണം. അടുത്തത് അയ്യോ എന്നെ രക്ഷിക്കണേ. ഇവിടെ അയ്യോ എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നമേത്? ചിഹ്നങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ കടന്നു വരാറുണ്ട്. നമുക്കറിയാം അയ്യോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോവികാരങ്ങളെ കാണിക്കുന്നതാണ് അല്ലെ. മനോവികാരങ്ങളെ കാണിക്കും നമ്മൾ ഏത് ചിഹ്നമാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്? ഏത് ചിഹ്നമാണ് നമ്മൾ ഇട്ട് കൊടുക്കുക? ഈ ചിഹ്നത്തിന്റെ പേരെന്താണ്? പൂർണ്ണവിരാമമാണോ? പൂർണ്ണവിരാമമാണെങ്കിൽ അത് ഫുൾ സ്റ്റോപ്പ് അഥവാ ബിന്ദുവാണ്. രേഖ നമുക്കറിയാലോ, രേഖയാണ്. നമുക്കിവിടെ വേണ്ടത് ഏതാണ്? വിക്ഷേപിണിയാണ് ട്ടോ. വിക്ഷേപിണി. ഈ ചിഹ്നത്തിന്റെ പേര് വിക്ഷേപിണി എന്നാണ്. നമ്മുടെ മനോവികാരങ്ങളെ കാണിക്കാനായിട്ടാണ് നമ്മൾ വിക്ഷേപിണി എന്ന ചിഹ്നം ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കിന് നമ്മൾ പറയുന്ന പേര് കാക്കു എന്നാണ് അല്ലെ. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ കാക്കു ആണ്. രണ്ട് കുത്തിട്ടിട്ട് നമ്മൾ എഴുതുമ്പോൾ എന്താ പറയാ? അത് ഭിത്തികയാണ്. ഭിത്തികയാണ്. ഇതൊക്കെയാണ് സാധാരണ കടന്നു വരാറുള്ളത്. പിന്നെ ചന്ദ്രക്കലേനെ നമ്മൾ പറയുന്നത് സംവൃതോകാരം എന്നാണ്. സംവൃതോകാരം. ഇനി പൂജ്യം എന്നതാണെങ്കിൽ അനുസ്വാരം എന്ന് പറയും. അനുസ്വാരം. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണേ. അടുത്തത് വചനം ഏത്? ഗുരുക്കൾ എന്നത് ഏത് വചനത്തിൽ പെടുന്നു എന്നതാണ് ചോദ്യം. ഏകവചനം, പൂജക ബഹുവചനം, സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുരുക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അധ്യാപകനാണ്. ബഹുമാനം കൊണ്ട് ഒരാളെ ഉള്ളൂ എങ്കിലും നമ്മൾ അൾ എന്ന് ചേർത്ത് പറയുകയാണ് അല്ലെ ബഹുമാനാർത്ഥത്തില്. അതുകൊണ്ട് അത് ഏതായിരിക്കാം? അത് പൂജക ബഹുവചനമാണ് എന്നാലോചിക്കണം. ഗുരുക്കൾ എന്നത് പൂജക ബഹുവചനമാണ് എന്നാലോചിക്കണം. അടുത്തത് പവിഴം എന്നർത്ഥമുള്ള പദങ്ങൾ ഏവ എന്നതാണ് ചോദ്യം. പവിഴം എന്നർത്ഥമുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മണിപ്രവാളം. മണിപ്രവാളം എന്നാൽ മുത്തും പവിഴവും എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ തന്നെ പ്രവാളം എന്നാണ് വന്നിരിക്കുന്നത്. പ്രവാളം എന്ന വാക്കിനർത്ഥം പവിഴം എന്നാണ്. കൂടാതെ വിദ്രുമം എന്ന വാക്കും എന്തെന്നാ സൂചിപ്പിക്കുന്നത്? പവിഴം എന്നർത്ഥം വരുന്നതാണ്. അതുകൊണ്ട് പ്രവാളവും വിദ്രുമവും എന്താണെന്ന് ആലോചിക്കണം? പവിഴമാണ്. 1, 4 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് ആലോചിച്ചു വെക്കണം. ഈ സുഭദ്രകം ഒക്കെ കൂവളത്തിനൊക്കെയാണ് കേട്ടോ നമ്മൾ പറയാ. കൂവളത്തിനൊക്കെ നമ്മൾ പറയും. അടുത്തത് വിപരീത പദം എഴുതുക എന്നതാണ്. ഖണ്ഡനം എന്നതിന്റെ വിപരീതം ഏത് എന്നതാണ് ചോദ്യം. അത് ഓപ്ഷൻ ബി മണ്ഡനമാണെന്ന് ആലോചിക്കണേ. ഖണ്ഡനം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് മണ്ഡനം എന്ന പദമാണ്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക എന്നതാണ്. കൽമഷം. കൽമഷം എന്ന വാക്കിന്റെ സമാനാർത്ഥമുള്ള പദം ഏത് എന്നതാണ്. വിഷം, മഷി, പാപം, കണ്ണാടി. ഇതിലേതാണ് കൽമഷം എന്നർത്ഥമുള്ളതെന്ന് വെച്ചാല് പാപമാണെന്ന് ആലോചിക്കണേ. പാപമാണ് ട്ടോ. കൽമഷം എന്നാൽ പാപമാണ്. ധൂലകം എന്നാൽ വിഷമാണ്. ഓർത്തിരിക്കണേ. ധൂലകം എന്നാൽ വിഷമാണ്. കണ്ണാടി നമുക്കറിയാം. ആദർശം, മുകുരം, ദർപ്പണം, ഇതെല്ലാം എന്തിന്റെ പര്യായങ്ങളാണ്? കണ്ണാടിയുടെ പര്യായങ്ങളാണെന്ന് ഓർത്തിരിക്കണം. അപ്പൊ നമ്മുടെ കോഴ്സുകളെ പറ്റി ഒന്നുകൂടെ പറയാണ്. LDCക്ക് വേണ്ടിയും അതുപോലെ തന്നെ വരാൻ പോകുന്ന LGS എക്സാമുകൾക്ക് വേണ്ടിയും എല്ലാം നമ്മൾക്ക് AZB അക്കാദമിയിൽ കോഴ്സുകൾ ലഭ്യമാണ്. അതുകൂടാതെ ആരംഭം എന്ന പേരിൽ തുടക്കക്കാർക്ക് വേണ്ടി പുതിയൊരു കോഴ്സും കൂടെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ 1 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സാണ്. 5999 രൂപയാണ് അതിന്റെ ഫീസും കാര്യങ്ങളും. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അത് കൂടാതെ ഗൂഗിൾ പേ നമ്പറും കൂടെ തരാം. 9994467246 എന്നതാണ് നമ്മുടെ GPay നമ്പർ. ഇതിൽ ഫീസ് അടച്ചും നിങ്ങൾക്ക് ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ശരി, നമ്മൾ നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻ എന്ന ചൊല്ലിന് സമാനമായതേത് എന്നതാണ് ചോദ്യം. പയ്യെ തിന്നാൽ പനയും തിന്നാം, കാറ്റുള്ളപ്പോൾ പാറ്റുക, മിന്നുന്നതെല്ലാം പൊന്നല്ല, വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കും. മേക്ക് ഹേ വൈൽ ദ സൺഷൈൻ എന്നതാണ് പറയുന്നത്. എന്തായിരിക്കും അതിന്റെ ശരിയായ സമാനമായത്? അത്
കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ് അല്ലെ. നമ്മൾക്ക് എപ്പോഴാണോ തക്കതായ അവസരം വരുന്നത് ആ സമയത്ത് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മളുടെ എക്സാമുകളൊക്കെ അടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ഉറപ്പിച്ച് നന്നായി എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ വരേണ്ടത് എന്നുള്ളതാണ്. അതായത് അവസരത്തിനനുസരിച്ച് പ്രവർത്തിക്കുക, കാറ്റുള്ളപ്പോൾ പാറ്റുക എന്നതാണ്. ബഹുവചന ശബ്ദം കണ്ടെത്തുക എന്നതാണ് അടുത്ത ചോദ്യം. പെങ്ങൾ, കുട്ടികൾ, വൈദ്യർ, കാർന്നോർ. 4 എണ്ണം തന്നിട്ടുണ്ട്. ബഹുവചനമാണ് ചോദിച്ചിരിക്കുന്നത്. പെങ്ങൾ എന്നാൽ ഒരാളേ ഉള്ളൂ, നമുക്കറിയാം അത് ഏകവചനമാണ്. കുട്ടികൾ എന്നാൽ ബഹുവചനം അല്ലെ, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ട്, അതുകൊണ്ട് അത് ബഹുവചനമാണ്. വൈദ്യർ എന്നത് എന്താണ്, ഒരാളേ ഉള്ളൂ, പക്ഷെ നമ്മൾ പൂജക ബഹുവചനത്തിൽ സൂചിപ്പിക്കുന്നു എന്നതാണ് ബഹുമാനം കൊണ്ട്. അതുപോലെ തന്നെയാണ് കാർന്നോർ എന്നതും എന്ത് തന്നെയാണ്, പൂജക ബഹുവചനമാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബഹുവചന ശബ്ദമാണ്, ഒന്നിൽ കൂടുതൽ ഉള്ളത് കുട്ടികൾ എന്നതാണ് അല്ലെ. അതുകൊണ്ട് ഓപ്ഷൻ ബി കുട്ടികൾ എന്നുള്ളതാണ് യഥാർത്ഥ ആൻസർ. അടുത്തത് കാട് എന്നതിന്റെ പര്യായ ശബ്ദം കണ്ടെത്തുക എന്നതാണ്. അടവി, കന്ധരം, വാപി, പാതപം. ഇതിലേതാണ് കാടിന്റെ പര്യായം എന്നതാണ് ചോദ്യം. അടവി, വിപിനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് കാടാണ് അല്ലെ. അടവി, വിപിനം എന്നൊക്കെ പറഞ്ഞാൽ കാടാണ്. ഈ കന്ധരം എന്താണ്, ഈ കന്ധരം കഴുത്താണ്, ഓർത്തു വെക്കണം. മറ്റൊരു കന്ധരമുണ്ട്, അത് ഇതാണ്, ഇതിന്റെ അർത്ഥം ഗുഹ എന്നാണ് ട്ടോ. അടുത്തത് വാപി, പാതപം ഒക്കെ മരത്തിന് ഉദാഹരണങ്ങളാണ് എന്ന് ആലോചിച്ചു. മരത്തിന്റെ പര്യായങ്ങളാണെന്ന് കൂടെ ഓർത്തിരിക്കണം. ഞായർ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതേത് എന്നതാണ് ചോദ്യം. അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചാടിക്കയറി മാർക്ക് ചെയ്യരുത്. ഞായർ, ഞായർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അതെന്താണ്, സൂര്യനാണ് അല്ലെ. സൂര്യന്റെ പര്യായമാണ് ഞായർ. ഞായർ പടിയുന്ന ദിക്ക്, സൂര്യൻ അസ്തമിക്കുന്ന ദിക്കായതുകൊണ്ടാണ് ആ ദിക്കിന് നമ്മൾ പടിഞ്ഞാറ് എന്ന് പറയുന്നത്. അപ്പൊ ഞായർ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തതേത് എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ സുധാകരൻ അവിടെ നിൽക്കട്ടെ, പ്രഭാകരൻ, ദിവാകരൻ, ദിനകരൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം സൂര്യൻ എന്നർത്ഥം വരുന്ന പദങ്ങളാണ്. പ്രഭാകരൻ, ദിവാകരൻ, ദിനകരൻ. അപ്പൊ സുധാകരൻ ആരാണ്, സുധാകരൻ സൂര്യനാണോ, അല്ല. സുധാകരൻ ആണെങ്കിൽ അത് ചന്ദ്രനാണ്. അപ്പോ ഇതിൽ ഞായർ എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ സുധാകരൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ക്ലിയർ ആണല്ലോ. പെട്ടെന്ന് സുധാകരൻ എന്ന് കാണുമ്പോൾ അതും ഞായർ, അതായത് സൂര്യനാണ് എന്ന് കരുതരുത്. അടുത്തത് എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അല്ലെങ്കിൽ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത് എന്നതാണ്. എറവെള്ളം എറുമ്പിന് സമുദ്രം, അതായത് ഉറുമ്പ് എന്നാൽ ഒരു കുഞ്ഞു ജീവിയാണ് അല്ലെ. അപ്പൊ ഒരു ഇറ്റ് വെള്ളം പോലും, ഇറ്റിറ്റ് വീഴുന്ന ഓരോ വെള്ളം പോലും അതിന് വലിയൊരു സമുദ്രം പോലെയാണെന്നാണ്. ആ ആശയം വരുന്ന വാചകം ഏത് എന്നതാണ്. അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും, ചെറു ജീവിതങ്ങൾക്ക് നിലനിൽപ്പില്ല, അല്പത്തരം കാണിക്കുന്നവർക്കൊന്നും പ്രധാനമല്ല, ഇതൊന്നുമല്ല. ഏതാ ശരി? ഓപ്ഷൻ എ ആണ് അല്ലെ. അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും എന്ന ഓപ്ഷൻ എ ആണ് യഥാർത്ഥ ആൻസർ. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. ഞാൻ ഒന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. അപ്പൊ നമ്മൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ. ഒന്ന് വായിക്കുമ്പോ ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ഘടകപദം കണ്ടോ. രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മൾ ഘടകം ഉപയോഗിക്കുക എന്നുള്ളത് ആലോചിക്കണം. വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഘടകം നമ്മൾ ഉപയോഗിക്കും. ഞാനൊന്നും പഠിച്ചില്ല, ആ പരീക്ഷ ഞാൻ വിജയിച്ചു. അപ്പോ എന്ത് വെച്ചിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാം എന്നതാണ്. ഓപ്ഷൻ എ ആണെങ്കിലോ, ഞാനൊന്നും പഠിച്ചില്ല, അങ്ങനെ ഞാൻ ആ പരീക്ഷ വിജയിച്ചു. അതൊരിക്കലും ശരിയല്ല. ഞാനൊന്നും പഠിച്ചില്ല, അതുകൊണ്ട് ആ പരീക്ഷ ഞാൻ വിജയിച്ചു. അതും ശരിയാവുന്നില്ല. ഞാനൊന്നും പഠിച്ചില്ല, അപ്പോൾ ആ പരീക്ഷ ഞാൻ വിജയിച്ചു. അതും തെറ്റാണ്. ഞാനൊന്നും പഠിച്ചില്ല, എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം കംപ്ലീറ്റ് ആണ് അല്ലെ. ഞാൻ പഠിച്ചില്ല എന്നിട്ടും ആ പരീക്ഷ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഘടകപദം എന്നിട്ടും എന്നതാണ് ആലോചിക്കണം. എന്നിട്ടും. അടുത്തത് ശരിയായ പദം ഏത് എന്നതാണ്. പദശുദ്ധിയിൽ വരുന്നതാണ്. ശരത്ത് അധികം ചന്ദ്രൻ, നമുക്കറിയാം ഇടയ്ക്കിടെ PSC ചോദിക്കുന്നതാണ്. ശരത്ത് അധികം ചന്ദ്രൻ എന്നതാണ്
കൂട്ടിച്ചേർക്കുമ്പോ നമുക്ക് എന്ത് കിട്ടും? അത് ശരത്ചന്ദ്രനാണ്. 2 ട്ടോ, ആലോചിക്കണേ. ശരത്ചന്ദ്രനാണ്. ഇരട്ടിപ്പ് വരും എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ. ഇതിൽ തന്നെ വരുന്നതാണ് മഹത് അധികം ചരിതം. മഹത്ത് അധികം ചരിതം എന്നത് കൂട്ടിച്ചേർക്കുമ്പോ എന്ത് വരും? മഹച്ചരിതം എന്ന് വരും. മഹച്ചരിതം. ത് പ്ലസ് ച എന്നുള്ളത് ഛ ആയി മാറും കേട്ടോ. അത് ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക എന്നതാണ്. ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നമുക്ക് നോക്കാം. സ്കൂളിൽ മരിച്ച മാനേജരെ അനുശോചിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മേളിച്ചു പ്രമേയം പാസാക്കി. സ്കൂളിൽ മരിച്ച മാനേജരെ അങ്ങനെയാണോ? സ്കൂളിൽ മരിച്ച മാനേജറാണോ? മാനേജർ സ്കൂളിൽ കിടന്നിട്ടാണോ മരിച്ചത്? അപ്പൊ എന്തോ അതിനൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള പോലെ തന്നെയുണ്ട്. നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. സമർത്ഥരായ കുട്ടികൾ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടുന്നു. ശരിയാണ്. അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു. അധ്യാപകനാണോ പഠിക്കാത്തത്? ശരിക്കും ആരാ പഠിക്കേണ്ടത്? വിദ്യാർത്ഥിയാണ് അല്ലെ? അധ്യാപകൻ പഠിക്കാത്തതിന് വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ അതിലും ഒരു അർത്ഥമില്ലായ്മയുണ്ട്. അതുകൊണ്ട് ഇതിൽ ശരിയായ വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ 2 ആണ്. 2 മാത്രം ശരി എന്ന് വരുന്നത് ബിയിലാണ്. അതുകൊണ്ട് ബി ആണ് യഥാർത്ഥ ആൻസർ എന്ന് ആലോചിക്കണം. മനസ്സിലായല്ലോ? ശരി. താഴെ പറയുന്നവയിൽ കാടിന്റെ പര്യായം അല്ലാത്ത പദം ഏത് എന്നതാണ് ചോദ്യം. കാടിന്റെ പര്യായം അല്ലാത്തത്. കാനനം എന്ന് വെച്ചാൽ എന്താണ്? കാനനം, അടവി, വിപിനം എന്നൊക്കെ പറഞ്ഞാൽ അത് കാടാണ്. ആനനം എന്താണ്? ആനനം, ആസ്യം, വദനം, വക്ത്രം, ഇതൊക്കെ എന്തിന്റെ പര്യായങ്ങളാണ്? വദനം, വക്ത്രം ഒക്കെ എന്തിന്റെ പര്യായങ്ങളാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇതെല്ലാം മുഖത്തിന്റെ പര്യായങ്ങളാണെന്ന് പറയണം. മുഖത്തിന്റെ. വിപിനം കാടാണ്. ആരണ്യം എന്നതും കാട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് കാടിന്റെ പര്യായം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാല് അത് ഓപ്ഷൻ ബി ആനനം ആണ് എന്നോർക്കണം. അടുത്തത് പരിഭാഷയാണ്. അഡ്ജേൺ. അഡ്ജേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് നീട്ടിവെക്കലാണ് അല്ലെ? അഡ്ജേൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീട്ടിവെക്കുക എന്നതാണ്. ഓപ്ഷൻ എ ആണ് യഥാർത്ഥ ആൻസർ. അടുത്തത് തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക എന്നതാണ്. ഗർഭിണിയായ അവന്റെ ഭാര്യയെ ആശുപത്രിയിലാക്കി എന്നതാണ്. ഗർഭിണിയായ അവന്റെ ഭാര്യയെ. അപ്പൊ ആരാ ഗർഭിണി? അവനാണോ ഭാര്യയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഓപ്ഷൻ എ തെറ്റാണ്. 10ാം ക്ലാസ് പരീക്ഷയുടെ വിജയ ശതമാനം ഇത്തവണ 100ൽ 90%. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 90% എന്നാൽ 90/100 എന്നതാണ്. അതായത് 100ൽ 90 പേർ വിജയിച്ചു എന്നതാണ് ഈ 90% എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് 100ൽ 90% എന്ന് പറയേണ്ട കാര്യമില്ല. 90% മാത്രം പറഞ്ഞാൽ തന്നെ നമുക്ക് അർത്ഥം അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് അതും തെറ്റാണ്. ഇനി ഏകദേശം 358 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്നതാണ് മൂന്നാമത്തേത്. നമ്മൾ ഒരിക്കലും ഏകദേശം പറയുമ്പോൾ ഇങ്ങനെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ എടുത്ത് പറയില്ല. ഇതിപ്പോ 358 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്ന് അവർക്ക് കൃത്യമായി അറിയാമെങ്കിൽ ഏകദേശം 358 എന്ന് പറയില്ല. ഒന്നില്ലെങ്കിൽ 400 എന്നോ അല്ലെങ്കിൽ 400, ഏകദേശം 400 പേർ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇത് എക്സാക്ട് നമ്പർ പറഞ്ഞിട്ട് ഏകദേശം ചേർത്ത് പറയുമ്പോൾ അതൊരു വിരോധാഭാസമാണ്. ഇനി വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം എന്നുള്ളത് ശരിയായ സെന്റൻസ് ആണ്. അപ്പോ ഇതിൽ തെറ്റില്ലാത്ത വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് എന്നാലോചിക്കണം. അടുത്ത ചോദ്യം, കുളം കോരി എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ്. കുളം കോരി മോടി പിടിപ്പിക്കുക, അധ്വാനിക്കുക, നന്നാക്കുക, നശിപ്പിക്കുക. നമുക്കറിയാം കുളം കോരുക എന്നാൽ നശിപ്പിക്കുക എന്നതാണ്. നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കുളം കോരുക എന്നാൽ നശിപ്പിക്കുക എന്നതാണ് ആ ശൈലിയുടെ അർത്ഥം. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. ഉണ്മ എന്നത് എങ്ങനെ പിരിച്ചെഴുതാം എന്നതാണ് ചോദ്യം. ഉണ്മ എന്ന് ഉൾ പ്ലസ് മായാണ്. ഓർത്തിരിക്കണം. ഓപ്ഷൻ എ ആണ്. ഉൾ പ്ലസ് മായാണ്. അത് ആദേശ സന്ധിക്കാണ് ഉദാഹരണമായിട്ട് വരിക. അതായത് എൽ എന്നുള്ളത് പോയിട്ട് എൻ എന്നുള്ളത് വന്ന് ചേരുകയാണ്. അങ്ങനെയാണ് ഉണ്മ എന്ന പുതിയ പദം ഉണ്ടാവുന്നത്.
24-ാമത്തെ ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്തെഴുതുക എന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. 5-ാം പത്തിക്കാരെ എന്നതാണ് ഇവിടെ അണ്ടർലൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് 5-ാം പത്തിക്കാരെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരാണ് ഈ 5-ാം പത്തിക്കാരെന്ന് പറഞ്ഞാല് അത് ഒറ്റ കൊടുക്കുന്നവനാണ് ട്ടോ. 5-ാം പത്തിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒറ്റ കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്തത് 25-ആണ്. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപമേത് എന്നതാണ് ചോദ്യം. സലിംഗ ബഹുവചനമാണ്. നമുക്കറിയാം സലിംഗ ബഹുവചനമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് പുല്ലിംഗമായിരിക്കണം, അല്ലെങ്കിൽ അത് സ്ത്രീലിംഗമായിരിക്കണം, അല്ലെങ്കിൽ നപുംസകമായിരിക്കണം. ഇത് മൂന്നും വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബഹുത്വത്തിനെയാണ് നമ്മൾ സലിംഗ ബഹുവചനം എന്ന് പറയാം. ഇവിടെ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് അത് സലിംഗ ബഹുവചനമാണ്. രണ്ടാമത്തേത് വേലക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വീട്ടിൽ ആണുങ്ങളും വേലക്കാരായിട്ടുണ്ടാകാം, പെണ്ണുങ്ങളും വേലക്കാരായിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്കത് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് അലിംഗമാണ്. അധ്യാപകർ എന്ന് പറയുമ്പോൾ മാഷന്മാരും അതിലുണ്ടാവും, ടീച്ചർമാരും ഉണ്ടാവും. നമുക്ക് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അലിംഗമാണ്. പെണ്ണ് എന്നത് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ ഒന്നേ ഉള്ളൂ, അത് ഏകവചനമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സലിംഗ ബഹുവചനം കണ്ടെത്താനാണ്. നമുക്കറിയാം പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗമാണ്, ബഹുത്വമാണ്, അതുകൊണ്ട് ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അത് ഓപ്ഷൻ എ ആണ് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുയിൽ എന്നർത്ഥം വരാത്ത പദം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. കുയിൽ എന്നർത്ഥം വരാത്തത്. പികം നമുക്കറിയാം കുയിലാണ്, കോകിലം കുയിലാണ്, പരഭൃതം കുയിലാണ്, കപോതമാണ്, മാടപ്രാവ് എന്നർത്ഥം വരുന്നത്. 26 ഓപ്ഷൻ ഡി കപോതമാണ് മാടപ്രാവ് എന്ന് ഉത്തരം വരുന്നത്. അടുത്തത് 27-ാമത്തെ ചോദ്യമാണ്. കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. കൊള്ളിവാക്ക് പറയുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. വാക്കുകൊണ്ട് കൊള്ളിക്കുക, ശക്തിയുള്ള വാക്ക്, വ്യക്തതയുള്ള വാക്ക്, വേദനിപ്പിക്കുന്ന വാക്ക്. ഏതാണ് കറക്റ്റ്? അത് ഓപ്ഷൻ ഡി കൊള്ളിവാക്ക് എന്നാൽ വേദനിപ്പിക്കുന്ന വാക്ക് എന്നതാണ് അർത്ഥം. അടുത്തത് 28-ാമത്തേതാണ്. ആഴക്കടലിൽ ഓളമില്ല, ഇതേ അർത്ഥം വരുന്ന ചൊല്ലേത് എന്നതാണ് ചോദ്യം. നമുക്കറിയാം കടലിൽ നമ്മൾ ചെല്ലുമ്പോൾ കടലിന്റെ തീരത്തോട് ചേർന്നാണ് തിരമാലകൾ ആഞ്ഞടിക്കുന്നത്. കുറച്ചങ്ങോട്ട് നീങ്ങും തോറും കടല് മുകൾ ഭാഗം നല്ല ഇങ്ങനെ ശാന്തമായി കിടക്കുന്നുണ്ടാവും അല്ലെ, ഓളമൊന്നുമില്ലാണ്ട് ഇങ്ങനെ ശാന്തമായി കിടക്കുന്നുണ്ടാവും. ഇതേ അർത്ഥം വരുന്ന ചൊല്ലേത് എന്നതാണ്. അതിന്റെ അർത്ഥം കടലിൽ അവിടെ ആഴമില്ല അങ്ങനെയൊന്നുമല്ല, നല്ല ആഴമുണ്ട്, പക്ഷെ പുറമേക്ക് നമുക്കൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മിന്നുന്നതെല്ലാം പൊന്നല്ല, പുത്തനച്ചി പുരപ്പുറം തൂക്കും, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നിറകുടം തുളുമ്പില്ല. നിറകുടം തുളുമ്പില്ല എന്നതാണ് സമാനാർത്ഥത്തിലുള്ളത് അല്ലെ. കുടം നിറയെ വെള്ളമുണ്ട്, പക്ഷെ തുള്ളി തുളുമ്പിയൊന്നും പോണില്ല, നല്ല ശാന്തമായി അനങ്ങാതെ അതിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള രീതിയിലാണ്. ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത് എന്നതാണ്. തടിനി, തളിമം, സൈകതം, തലിനം. ഇതിലേതാണ് നദിയുടെ പര്യായം എന്നതാണ് ചോദ്യം. തടിനിയാണ്. തടിനിയാണ് നദിയുടെ പര്യായം. തളിമം, തളിനം എന്നാൽ കട്ടിൽ, മഞ്ചൽ എന്നുള്ള രീതിയിലാണ്. സൈകതം, പുളിനം ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മണൽത്തിട്ടയാണ് എന്നാലോചിക്കണം കേട്ടോ, മണൽത്തിട്ട. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ശരിയായ പദം ഏത് എന്നതാണ്. നിശ്ചയം എന്നത് എങ്ങനെ ശരിയായ രീതിയിൽ എഴുതാം എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ സി നിശ്ചയമാണ് ട്ടോ. നിശ്ചയം, ഷായും ചായും കൂടി ചേർത്താണ് എഴുതേണ്ടത് എന്നാലോചിക്കണം. അടുത്തത് ഇവൾ ഈ പ്ലസ് അൾ എന്നത് എങ്ങനെ ചേർത്തെഴുതാം എന്നതാണ് ചോദ്യം. നമുക്കറിയാം അത് ഓപ്ഷൻ ബി ഇവൾ എന്നതാണ്. ഓപ്ഷൻ ബി ഇവൾ എന്നതാണ് ശരിയായ ഉത്തരം.
അപ്പൊ വീണ്ടും AZB അക്കാദമിയുടെ കോഴ്സുകളെ കുറിച്ച് ഒന്നുകൂടെ പറയാം. LDCക്ക് വേണ്ടിയും അതുപോലെ തന്നെ LGSന് വേണ്ടിയും അതുപോലെ PSC തുടക്കക്കാർക്ക് വേണ്ടിയും നമ്മൾ ആരംഭം എന്ന പേരിൽ ഒരു കോഴ്സ് ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള എല്ലാവരും ഈ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്ത് കോഴ്സിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. തീർച്ചയായും നല്ലൊരു സർക്കാർ ജോലി നിങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നു. നിങ്ങളെ സഹായിക്കാനായി ഒരു കൂട്ടം അധ്യാപകർ ഇവിടെ കാത്തിരിക്കുന്നു. അപ്പൊ താങ്ക് യു ഡിയേഴ്സ്.